നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി മെയിൻ ജംഗ്ഷനിലേക്ക് 700 മീറ്ററാണ് ഈ വില്ലയിൽ നിന്നുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്. സീപോർട്ട് എയർപോർട്ട് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എടുത്തു പറയേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. എടപ്പള്ളി ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന കളമശ്ശേരിയുടെ ഒരു പീക്ക് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റ് 400 ലിങ്സ് ആണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റി ആണ്. മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. വീതിയുള്ള റോഡ് വന്നിട്ടുണ്ട്. മതിലിൽ ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. 2 ലാമ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയൊരു വാഹനം നമ്മുടെ പോർച്ചിനകത്ത് ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ പോർച്ച് ഒരുക്കിയിട്ടുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി നോർത്ത് സൈഡിലേക്ക് വരാം, അതായത് വടക്ക് ഭാഗത്തേക്ക് വരാം. ഇവിടെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് തെക്ക് ഭാഗത്തേക്ക് വരാം. തെക്ക് പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്താണ്. ഇവിടെയും ഒരു വാഹനം പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. നല്ല കിണർ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് തെക്ക് സൈഡാണ്. അവിടെയും ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് എടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, അതായത് നോർത്ത് ഫേസിംഗ് ആണ് വീട് വരുന്നത്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. അതിന് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ കാണുന്നത് 3 പാളി ജനലാണ്. അത് പടിഞ്ഞാറ് വശത്താണ്. ഈ കാണുന്നത് തെക്ക് വശമാണ്. ഓരോ പാളി വീതം ജനലാണ് വന്നുള്ളത്. അത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസും അതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ട് ഇവിടെ ഒരു ടി യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിലും ഭംഗിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഭംഗിയുള്ളൊരു ഡിസൈൻ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഒരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് വന്നുള്ളത്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. നല്ല ബോക്സ് ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റിലൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ് ഈ സ്പേസ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലോ വടക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലോ ഫുഡും ഹോപ്പും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. 2 കളർ പാറ്റേണിലാണ് ഇതിൻ്റെ കബോർഡിന് കളർ കൊടുത്തിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുറ്റും ടൈലൊട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. 2 വശങ്ങളിലായിട്ട് പവർ സ്വിച്ചസ് ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയർ സിങ്കാണ് വന്നിട്ടുള്ളത്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ഏരിയയിലാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ഇട്ടിട്ടുണ്ട്. ഫുള്ള് പോളികാർബണിക് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് നല്ല പ്രകാശം കിട്ടുകയും ചെയ്യും. പിന്നെ മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഡോറ് വരുന്നുണ്ട്. ഇവിടെയും ഒരു സ്ലാബ് കൊടുത്തിട്ട് അതിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ഒരു ടാപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നല്ലോണം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നല്ലൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ടാപ്പ് പോയിന്റും വേസ്റ്റ് ലൈനും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാനുള്ള സ്പേസ് ധാരാളം ഉണ്ട്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിണറിൻ്റെ ഭാഗത്തേക്ക് വരാം. വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ലൊരു കിണർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കിണറും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇവിടെയായിട്ടാണ് കിണർ വന്നുള്ളത്. കിണർ വന്നിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. നല്ലൊരു കിണർ വന്നിട്ടുള്ളത്. നല്ല വെള്ളവും കൂടിയാണ്. അപ്പോൾ വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടർ ആയതുകൊണ്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളം വരുന്നുണ്ട്. 12 അടി വീതി വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് തെക്ക് ഭാഗമാണ്. ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വന്നുള്ളത്. പിന്നെ ഭംഗിയായിട്ടാണ് ഇവിടെ കബോർഡ് ഒരുക്കിയിട്ടുള്ളത്. 2 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ഡ്രസ്സിംഗ് ടേബിളും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കബോർഡ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡയവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടവൽ സോപ്പ് ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ, ലൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. അപ്പോൾ താഴത്തെ ബാത്റൂം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്, റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്. ഇവിടെയായിട്ട് പെർഗോളാസ് വന്നിട്ടുണ്ട്. മേലെ വരുന്നത് വടക്ക് ഭാഗമാണ്, അവിടെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാം. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. ഈ വശം വരുന്നത് കിഴക്ക് വശമാണ്, 3 പാളി ജനലാണ് വന്നുള്ളത്. പടിഞ്ഞാറ് വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം വെട്ടമകത്തേക്ക് വരികയും ചെയ്യും. അതായത് സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, മേലെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന സ്റ്റെയറിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ അതേ വലിപ്പം തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. 13 അടി നീളം വന്നിട്ടുണ്ട്, 12 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴത്തെ അതേ രീതിയിലുള്ള കബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് തെക്ക് വശമാണ്, ഇത് കിഴക്ക് വശമാണ്. പിന്നെ ഭംഗിയായിട്ട് ഇതിൻ്റെ ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. 3-way മിക്സഡ് ടാബ്, റെയിൻ ഷവർ, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടി നീളം വന്നിട്ടുണ്ട്, 10 അടി വീതി വന്നിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് വശമാണ്, കന്നിമൂലയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സെയിം കബോർഡ് തന്നെയാണ്, കളറിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ഒരു കൂളിംഗ് ഷെയ്ഡുള്ള ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പാരപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കാവുന്നതാണ്. നല്ലൊരു എലിവേഷനോട് കൂടി നമുക്ക് ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റും 400 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ലോൺ അസിസ്റ്റൻറ്റിനും സൈറ്റ് വിസിറ്റിനും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കാക്കനാട്, കളമശ്ശേരി എല്ലാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്തായിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, നല്ല സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ സീപോർട്ട് എയർപോർട്ടോട് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എണ്ണി പറയാനായിട്ട് കാരണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.